ഇത് പരിശോധിക്കാൻ ദൗത്യ സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. ശാസ്ത്രീയ വിശകലനങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കോൺടാക്ട് നമ്പർ 4 ആണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. കോൺടാക്ട് നമ്പർ 4-ൽ തന്നെ അവിടെ ലോഹ സാന്നിധ്യമുണ്ട്. അവിടെ അത് അർജുന്റെ വാഹനമാണ് എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. ഇനി വെള്ളത്തിലിറങ്ങി പരിശോധിക്കുകയേ വേണ്ടൂ. ഇന്നലത്തെ പരിശോധനയിൽ പക്ഷേ ഈശ്വർ മാൽപ്പയ്ക്ക് അത്തരം കണ്ടെത്തലുകൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് നിർത്തുന്ന നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പ്രതീക്ഷിക്കാം ശുഭകരമായൊരു വാർത്ത വരുന്ന മണിക്കൂറുകൾ തന്നെ ഉണ്ടാകും. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. നമുക്ക് പ്രതീക്ഷിക്കാം. കാലാവസ്ഥ അനുകൂലമാണ്. അടിയൊഴുക്ക് അല്പം കുറഞ്ഞ സാഹചര്യമുണ്ട്. വിനേഷ് ഉണ്ട്. വിനേഷ്, ഇതാ ഈശ്വർ മാൽപ്പയും സംഘവും ഇറങ്ങുകയാണ്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അല്ലെ? തീർച്ചയായും അവരിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള ശ്രമം ആരംഭിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും കരയിൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹം പോലീസ് അധികാരിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവിടെ പെർമിഷന്റെ കാര്യത്തിൽ, അനുമതിയുടെ കാര്യത്തിൽ എന്തോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് അനുമതി കൊടുക്കുന്ന കാര്യത്തിൽ. അപ്പോൾ അതിന്റെ ഒരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ട്. എന്തായാലും ബോട്ട് ഇറക്കും, അത് തെരച്ചിലുണ്ടാവും എന്ന് തന്നെ, ദൗത്യം തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇന്നും വെള്ളത്തിലിറങ്ങി തിരയുന്നതിനുള്ള അനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ, കാരണം ഇത് അത്രത്തോളം അപകടകരമായ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുന്നു. കാരണം ഈ ശാസ്ത്രീയ സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ ഔദ്യോഗിക വിഭാഗമായ നേവിയും അതുപോലെ തന്നെ സർക്കാർ നിയന്ത്രണത്തിലുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങളും റെസ്ക്യൂ ഓപ്പറേഷന് നേതൃത്വം നൽകുന്ന സംഘങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ ഈ രീതിയിലേക്ക് ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അതിന്റെ പെർമിഷൻ സംബന്ധിച്ച് എന്തോ ആശയക്കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈശ്വർ മാൽപ്പയും സംഘവും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം ഇറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ NDRF-ഉം അതുപോലെ തന്നെ SDRF സംഘങ്ങൾ മാത്രമാണ് ഇത് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നത്. സാഹചര്യമുണ്ട്. അത്രത്തോളം ദുഷ്കരമായിട്ട് ഈശ്വർ മാൽപ്പയും സംഘവും വീണ്ടും പുഴയിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ്. വിനേഷ് സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗികമായ തിരച്ചിലിന് വേണ്ടി, പുഴയിൽ തിരച്ചിലിന് വേണ്ടി എത്തിയ നേവി സംഘം അവിടെയുണ്ട്. അതിനിടയിലാണ് മത്സ്യത്തൊഴിലാളികൾ പുതിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു വരുന്നത്. ഇന്നലത്തെ ദൗത്യം പരാജയപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ തിരച്ചിലിന് മറ്റെന്തെങ്കിലും തടസ്സമുണ്ടാകുന്നുണ്ടോ, അതിന്റെ സൂചനകൾ വിനേഷ് പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്ക് അതിൽ സ്ഥിരീകരണം ഉണ്ടാകും എന്ന് കരുതാം. എന്തായാലും ഈശ്വർ മാൽപ്പയും സംഘവും ഇന്നും അവർ കോൺഫിഡൻസിലാണ്. ഇന്ന് കാലാവസ്ഥ അല്പം അനുകൂലമാണ്, അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇറങ്ങും. വിനേഷ്, തടസ്സങ്ങളുണ്ടോ ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും ഈ പുഴയിലിറങ്ങാൻ? അത്തരത്തിൽ അനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പയും സംഘവും ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. ഒരുപക്ഷെ അനുമതിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര വൈകാനുള്ളൊരു സാധ്യതയില്ല. എന്തായാലും പോലീസ് അധികാരികൾ ഉൾപ്പെടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പോലീസ് SP ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. SP-യുമായി ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ അനുമതി, കാരണം ഇതിന് നേവിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെസ്ക്യൂ ടീമുമായോ ഒന്നും നേരിട്ട് ബന്ധമില്ല. ഇത് പോലീസിന് സാധാരണ നിലയിൽ പോലീസിന്റെ സഹായത്തോടെ, പോലീസ് അധികാരികളുമായി ആണ്, പോലീസാണ് സാധാരണ നിലയിൽ ഈ മത്സ്യ സംഘത്തിനെ വിളിക്കാറുള്ളത്. അപ്പോൾ SP-യുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം വന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ അനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേവി ചില തടസ്സങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ആണ് ഇത് വൈകുന്നത്. അതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അത് വൈകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഉന്നത പോലീസ് ഓഫീസർമാരും SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഓഫീസർമാരും മറ്റുള്ള ആളുകളും ആയി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇത് തടസ്സം നീങ്ങുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും കുറച്ച് സമയം നമുക്ക് കാത്തിരിക്കാം. കാരണം ഇന്നലെ അനുമതി നൽകിയിരുന്നു. ഇന്ന് വീണ്ടും ഈ പുഴയിലെ ഈ കുത്തൊഴുക്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നേവിക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ തന്നെ വടം പൊട്ടി, മൂന്നാമത്തെ ഡൈവിങ്ങിനിടയിൽ വടം പൊട്ടി ഇയാൾ ഒഴുകിപ്പോയതാണ്. അത് നേവിയാണ് അയാളെ രക്ഷപ്പെടുത്തി. അതുപോലെ ഇനിയും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് നേവിയുടെ നിലപാട്. അതാണ്. അതുകൊണ്ട് തന്നെ അനുമതി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. എന്തായാലും ഇതുവരെയും അതിന് അനുമതി ആയില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർന്നാണ് ഇപ്പോൾ ഇവിടെ SP ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുള്ളത്.
SP അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും വിനേഷ്, ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്, അതുകൊണ്ട് മറ്റാശയക്കുഴപ്പമില്ലാതെ വേഗത്തിൽ ആ തിരച്ചിലേക്ക് ഇറങ്ങാൻ അതിന് അനുസൃതമായ നടപടികൾ ഉണ്ടാകുമെന്ന് കരുതാം. ഒപ്പം കേരളത്തിൽ നിന്നുള്ള സംഘം, ഈ മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ളവരും അവിടെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ ഈ ഇതിനുള്ള നീക്കം നടക്കുന്ന സ്ഥലത്ത് ശശീന്ദ്രനില്ല. ശശീന്ദ്രനിന്റെ തൊട്ട് മുകളിലാണ് ഉള്ളത്. അദ്ദേഹം ഇങ്ങോട്ട് ഈ മൽപ്പേ സംഘവും അതുപോലെ തന്നെ ഇതിന്റെ നേവി സംഘമൊക്കെ ഉള്ള സ്ഥലമുണ്ട്, അവിടെ അദ്ദേഹം ഇല്ല. എന്തായാലും അനുമതി ലഭിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും സംഘം വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ ധരിച്ചു കഴിഞ്ഞിരിക്കുന്നു. SP എത്തി ഈ വിഷയം പരിഹരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവരിപ്പോൾ തന്നെ മൽപ്പയും സംഘവും ഇപ്പോൾ തന്നെ ഇറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മൽപ്പയും സംഘവും വീണ്ടും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലെത്തി പരിശോധന നടത്തുകയാണ്. അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം തേടാൻ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ആ മത്സ്യത്തൊഴിലാളികൾ, ആ സംഘം, അവർ പരിശോധന നടത്തുകയാണ്. എന്തായാലും ആ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ ഈ നേവിയുടെ സംഘം നിലനിൽക്കെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ സംഘം വീണ്ടും പരിശോധനയ്ക്ക് എത്തിയത്. മുമ്പ് ഇന്നലെ ഈ ഈശ്വർ മൽപ്പയ്ക്ക് പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ പലവട്ടം ഒഴുക്കിൽപ്പെട്ട് അദ്ദേഹം മീറ്ററുകളോളം ഒഴുകിപ്പോയിരുന്നു. പിന്നീട് നേവി ഇടപെട്ട് അവരുടെ സുരക്ഷാ ദൗത്യം കൂടിയുണ്ട്. രണ്ട് തരത്തിലാണ് ഇന്നലെ നടന്നത്. മത്സ്യത്തൊഴിലാളികളുടെ സംഘം മുഴുകി പരിശോധന നടത്തുമ്പോൾ അവർക്ക് സുരക്ഷയൊരുക്കി നേവിയും സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് സാഹചര്യം. ഇന്ന് അത്തരം സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായോ എന്നതാണ് ഒരുപക്ഷെ ആദ്യ മിനിറ്റുകളിൽ ഉണ്ടായ നമ്മളിപ്പോൾ കണ്ട സാഹചര്യം. എന്തായാലും അനുകൂല സാഹചര്യം. ഈശ്വർ മൽപ്പയും സംഘവും പുഴയിലേക്ക് ഇറങ്ങുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവർ സജ്ജമായി കഴിഞ്ഞു. സ്വിമ്മിംഗ് സൂട്ടുകൾ സജ്ജമാക്കി ഈ സ്കൂബ ഡൈവിംഗ് ടീം അവർ പുഴയിലേക്ക് ഇറങ്ങി പരിശോധനയ്ക്ക് വേണ്ടി സജ്ജമാവുകയാണ്. ഇനി ഫൈബർ ബോട്ടുകൾ കയറി ആ മൺകൂനയ്ക്ക് സമീപത്തേക്ക് പോകും. അതിനുശേഷം അവിടുന്നായിരിക്കും ആ സംഘം ഡൈവിംഗ് ആരംഭിക്കുക. അങ്ങനെയാണ് പരിശോധന നടക്കേണ്ടത്. എന്തായാലും കോൺടാക്ട് നമ്പർ 4ഉം അതിൻ്റെ പരിസരങ്ങളും തന്നെയാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം. ഒപ്പം കരയിൽ നിന്നും ഏകദേശം 150-നും ഒപ്പം 100 മീറ്ററിനും ഇടയിലായുള്ള പ്രദേശങ്ങൾ, ഏറെക്കുറെ ഗംഗാവലി പുഴയുടെ മധ്യഭാഗത്തായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്ന ഏറെക്കുറെ എല്ലാ സ്പോട്ട് പോയിന്റുകളും. അതുകൊണ്ട് പരിശോധന അവിടെ നടക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, വലിയ മണ്ണിൽ പൂണ്ടുപോയിരിക്കുകയാണ് അവിടുത്തെ ലോഹ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ടെങ്കിലും അത് മണ്ണിനുള്ളിലാണ് എന്നതാണ് നിലവിലെ അനുമാനം. കാരണം ഇന്നലെ നടത്തിയ പരിശോധനയിലും തെരച്ചിലും ഈശ്വർ മൽപ്പയ്ക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ലാത്തത് ഇതുകൊണ്ടുകൂടിയാവാം. അങ്ങനെയെങ്കിൽ കൂടുതൽ ആഴങ്ങളിലെത്തി പരിശോധന വേണ്ടിവരും എന്ന് മാത്രമല്ല, ദുഷ്കരമാണ്. കാരണം മണ്ണിൽ പൂണ്ടു കിടക്കുന്ന ലോറിയെ പുറത്തെടുക്കുക എത്രമേൽ ദുഷ്കരമാണെന്ന് ഓർക്കുക. മണ്ണ് ക്യാബിനുള്ളിലേക്കും മറ്റും മണ്ണ് കയറിയെങ്കിൽ അവിടെ അർജുനുണ്ടോ എന്ന പരിശോധന എത്ര കണ്ട് ദുഷ്കരമാകും. അതുകൊണ്ട് സങ്കീർണ സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വെല്ലുവിളികൾ നിരവധിയുണ്ട്. ഒരുപക്ഷെ ഈ മത്സ്യത്തൊഴിലാളികളുടെ മുങ്ങിപ്പരിശോധന കൊണ്ടും രക്ഷാപ്രവർത്തനം പൂർണ്ണമാവാത്ത സാഹചര്യം നമുക്ക് മുന്നിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക കൂടിയുണ്ട്. ശക്തമായ അടിയൊഴുക്കുണ്ട്. പക്ഷേ ഇന്ന് കാലാവസ്ഥ അല്പം ഭേദപ്പെട്ടു എന്നതാണ് രാവിലെ ഈശ്വർ മൽപ്പെ പറയുന്നത്. എന്തായാലും അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ശാസ്ത്രീയ വിശകലന പ്രകാരം ഒരു തരത്തിലും മുങ്ങിപ്പരിശോധന സാധ്യമാവാത്ത പുഴയുടെ ആഴങ്ങളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ധൈര്യം അത് ആയുധമാക്കിക്കൊണ്ട് അവർ മുങ്ങിപ്പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ്. ഈശ്വർ മൽപ്പയും സംഘവും ഇതാ ഗംഗാവലി പുഴയുടെ മധ്യഭാഗത്തേക്ക് യാത്ര തിരിക്കുകയാണ്. പിന്നീട് അവിടെ മുങ്ങിപ്പരിശോധന. ഇതാണ് അവരുടെ തയ്യാറെടുപ്പുകൾ. സുസജ്ജമായ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം, MLA-മാരുണ്ട്, മന്ത്രിയുണ്ട്. അങ്ങനെ പ്രതിനിധി സംഘം അവിടെ കാത്തു നിൽക്കുകയാണ്. അർജുൻ ഇല്ലാതെ നാട്ടിലേക്ക് മടക്കയാത്രയില്ലെന്ന് പ്രഖ്യാപിച്ച ജനപ്രതിനിധികളുണ്ട്. AKM അഷ്റഫ് പോലെയുള്ള മഞ്ചേശ്വരം MLA അടക്കമുള്ളവരുടെ ഇക്കാര്യത്തിലെ സുവ്യക്തമായ ഇടപെടൽ നമുക്ക് പ്രത്യേകം പരാമർശിക്കേണ്ടിയും വരുന്നു. എന്തായാലും ദിവസങ്ങളായി അവരവിടെ കാത്തു നിൽക്കുകയാണ്. എല്ലാവരുമുണ്ട്.